ഇപ്പം 7 പേര് വെച്ച് യാത്ര ചെയ്യുമ്പോൾ പവർ ലാഗോ 10,000 അപ്പൊ സർവീസിനൊക്കെ എത്രയാണ് എമൗണ്ട് ആയത്? സർവീസിന് എന്നെ സംബന്ധിച്ച് പിന്നെ ഇത്ര നാൾ ഓടിയതിൽ ഒരു ആവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എത്രയാണ്? ഓക്കെ, അപ്പൊ ആ 30,000 ഓടിയതിൽ എത്ര കിലോമീറ്റർ, എത്ര എമൗണ്ട് സർവീസിനും മെയിൻ്റെനൻസിനും എല്ലാത്തിനോട് ആയിട്ടുണ്ട്? ഹലോ ഫ്രണ്ട്സ്, വാക്ക് വിത്ത് നഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മാരുതി സുസുക്കി എന്ന് നമ്മുടെ ഇന്ത്യക്കാർക്ക് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം ആദ്യമായിട്ട് ഒരു നമ്മുടെ അംബാസഡറിൻ്റെ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു റിഫൈൻഡ് എൻജിൻ കൊണ്ടുവന്നത് മാരുതി സുസുക്കിയാണ്. അപ്പോൾ അതിനുശേഷം കുറേ മാരുതിയുടെ മോഡൽസ് ഇന്ത്യയിൽ ലോഞ്ചായി. അതിൽ എല്ലാവരും ആൾക്കാർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ഇപ്പോൾ കുറേ ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ പല ബ്രാൻഡ്സുകളിലോട്ട് ആൾക്കാർ മാറാനായിട്ട് തുടങ്ങിയിട്ട്. അതിന് മുന്നേ മാരുതി സുസുക്കി ആയിരുന്നു. പണ്ട് നോക്കിയയുടെ ഫോൺ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ആയിരുന്നു മാരുതി സുസുക്കിയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് മാരുതിയുടെ വാഹനങ്ങളായിരുന്നു. അപ്പം അത്തരത്തിൽ മാരുതിയുടെ ഒരു 7 സീറ്റർ വാഹനവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് മാരുതി സുസുക്കി എർട്ടിഗയാണ്, എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പം എർട്ടിഗയുടെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ വേരിയൻ്റ് ആണ്. അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മൾ വന്നത്. കുറേ പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു എർട്ടിഗയുടെ കാര്യം. നമ്മളത് കുറച്ച് ഡിലേ ആയിപ്പോയി, എങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു യൂസർ റിവ്യൂ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഒരു യൂസറിനെ നമുക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാരുതി എർട്ടിഗയുടെ ഓണർ. ഹായ് ചേട്ടാ, എന്താണ് പേര്? സജി എന്നാണ്. അപ്പം മാരുതി സുസുക്കി എർട്ടിഗ സ്വന്തമാക്കിയിട്ട് എത്ര കാലമായി? ജൂണിലാണ് എടുത്തത്. അപ്പം പുതിയ വേരിയന്റ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ എടുത്തു. ഓക്കെ, അപ്പം ഇതിന് എത്രയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നത്? ഓൺ റോഡ് 11 lakh സംതിങ് ആയിട്ടുണ്ട്. ആ ഒരു റേഞ്ച് ആണ് വന്നത്. അതെ, ആ ഒരു റേഞ്ച് ആണ്. അപ്പൊ ഇത് വേരിയന്റ് ഏതാണ് വരുന്നത്? ഇത് VXI. ഓക്കെ, VXI ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്നത് മാനുവൽ വന്നിരിക്കുന്നത് അല്ലേ? മാനുവൽ വന്നിരിക്കുന്നത്. അപ്പം 11 ലക്ഷത്തി കുറച്ചുകൂടെ ആ ഒരു റേഞ്ച് ആണ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് മാരുതി എർട്ടിഗ എടുക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നിയത്? എർട്ടിഗ എടുക്കാൻ നേരത്തെ എനിക്ക് ഉണ്ടായിരുന്നു. നേരത്തെയും എനിക്ക് എർട്ടിഗ തന്നെയായിരുന്നു. ഓ, അത് ശരി. പിന്നെ 2013 എടുത്തതാണ് എർട്ടിഗ. ഓക്കെ, അപ്പം പിന്നെ ഇത്രയും 9-10 വർഷം ആയതുകൊണ്ട് ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് എർട്ടിഗ തന്നെ പോയി. പക്ഷെ എന്ന് വെച്ചാൽ എനിക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഏറ്റവും നല്ല എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഒരു കംഫർട്ടബിൾ ആണ്. എന്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ഇതേപോലെ പഴയ എർട്ടിഗ യൂസ് ചെയ്തിട്ട് വീണ്ടും പുതിയ എർട്ടിഗയിലോട്ട് തന്നെ പോയി. ജുബി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും സെയിം ഇത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് വേറെ വാഹനങ്ങളൊന്നും നോക്കാൻ പോയില്ല. ഇത് തന്നെ എനിക്ക് മതിയെന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. വീട്ടില് എല്ലാവർക്കും ഇത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ഇത് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ. ഇപ്പം എനിക്കിപ്പം ഞാനിപ്പോ നേരത്തെ ബേറിനിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്. അപ്പം പിന്നെ ഇപ്പം നമുക്കിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം എയർപോർട്ടിൽ നിന്ന് ലഗേജ് കൊണ്ടുവരാനാണെങ്കിലും ഇപ്പം എന്റെ ഫാമിലി വരുമ്പോഴാണെങ്കിലും ലഗേജിനൊന്നും ഒരു പ്രശ്നമില്ല. പുറയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമുക്ക് വെളിയിൽ നിന്ന് ഒരു ഡ്രൈവറെ വിളിക്കണമെന്ന് ഒരു ആവശ്യമില്ല. അപ്പം ബാക്കില് സീറ്റ് മടക്കിയിട്ട് എത്ര പെട്ടി വേണേലും വെക്കാൻ പറ്റും. ഈസി ആയിട്ട് വെക്കാൻ പറ്റും. നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് ലെങ്ത് ഉണ്ട്, ഡിക്കി സ്പേസും മടക്കിട്ട് കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പം കുട്ടി മക്കളൊക്കെ ബാക്ക് സീറ്റിൽ ഇരിക്കാൻ ഒരാളെ ഉള്ളൂ. ഇരിക്കാൻ ഒരു കുഴപ്പമില്ല. ബാക്ക് സീറ്റിൽ ഏറ്റവും ബാക്ക് സീറ്റിൽ ഇരിക്കും. അവരെല്ലായിടത്തും ഇരിക്കും, നോ പ്രോബ്ലം. പക്ഷെ ബാക്ക് സീറ്റ് ഇരിക്കും കംഫർട്ടാണെന്ന് പറയുന്നത്. അതെ. ഓക്കെ, അപ്പം ഈ എർട്ടിഗ എടുത്തിട്ട് ലോങ് ഡ്രൈവ്സ് ഒക്കെ പോയിട്ടുണ്ടോ? ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരം എയർപോർട്ട് പോയി, പിന്നെ കൊച്ചി പോയി, അങ്ങനെ പോയി. പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫാമിലി ആയിട്ട് പോകുമ്പോൾ അവര് എങ്ങനെയാണ് കൂടെ യാത്ര ചെയ്യുന്നവരുടെ ഒരു ഫീഡ്ബാക്ക്? കൂടെ യാത്ര ചെയ്യുന്നവർക്ക് അവർക്ക് ഇഷ്ടമാണ് അവർക്ക്. യാത്ര ചെയ്യാൻ വണ്ടി പോകുന്ന പോലും അറിയത്തില്ല, ആ ഒരു രീതിയാണ്. പെട്ടെന്ന് കയറുമ്പോ ഉറങ്ങിപ്പോ, ആ ഒരു ഇതാണ്, ഒരു ഫീലിംഗ് ആണ്. നടക്കിരിക്കുന്നവർക്ക് ബോഡി റോളിംഗ് ഒരു പ്രശ്നമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഇതുവരെ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് അറിയേണ്ടത് പഴയ എർട്ടിഗയിൽ നിന്ന് പുതിയ എർട്ടിഗയിലോട്ട് വന്നപ്പം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഫീൽ ചെയ്തത്? യാത്രാസുഖത്തിലോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതെ, കുറച്ചുകൂടെ സ്പേസ് തോന്നിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും കുറച്ചുകൂടി യാത്രാസുഖം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
എന്റെ അഭിപ്രായമാണ്, എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഈ ഒരു വാഹനം കൊണ്ട് ഹിൽ സ്റ്റേഷൻ അങ്ങനെ വലിയ കയറ്റങ്ങളുള്ള സ്ഥലങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ടുണ്ടോ? ഹിൽ സ്റ്റേഷൻ ഈ വണ്ടിയിൽ ഇതുവരെ മേടിച്ചിട്ട് ഇപ്പൊ 2 മാസമായുള്ളൂ, അപ്പം ഇതുവരെ പോയിട്ടില്ല. പക്ഷെ പിന്നെ പഴയ വണ്ടിക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ചോദിക്കുന്നത് ഇപ്പം 7 പേര് വെച്ച് യാത്ര ചെയ്യുമ്പോൾ പവർ ലാഗോ ഒരു പ്രശ്നമില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കയറ്റം കയറാനൊന്നും ഒരു പ്രശ്നമില്ല. അതുപോലെ ഓവർടേക്കിങ്ങിനും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പം ഇപ്പൊ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഇത്? ഇതിപ്പോ 5000 ആയത്. 5000 കഴിഞ്ഞു. ഓക്കെ. അപ്പൊ 5000 ഇത്ര നാൾ ഓടിയതിൽ ഒരു ആവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എത്രയാണ്? മൈലേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് 14 സംതിങ് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ 5000 കഴിയുമ്പം പിന്നെ ഞാൻ ഇപ്പൊ സർവീസ് ചെയ്തിപ്പോ 3-4 ദിവസം ആയതേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞ സർവീസ് കഴിഞ്ഞിട്ട് ലോങ് ട്രിപ്പ് ഓടുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ മൈലേജ് കയറി വരുന്നത്. അതെ. ഞാൻ ഇപ്പൊ പിന്നെ ഈ ഇട്ടാവട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്ര നമുക്ക് മനസ്സിലാകില്ല. പക്ഷെ നമ്മൾ തിരുവനന്തപുരം ഓട്ടോ അല്ലെങ്കിൽ പിന്നെ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മൈലേജ് എത്ര നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 14.5 വരെ കിട്ടിയിട്ടുണ്ട്. 14 ആ ഒരു റേഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും കൂടും, അവർ പറയുന്നത് ഇനിയും കൂടും. സർവീസ് ഒക്കെ കഴിയുമ്പോൾ ഇനിയും കൂടും. അതെ. സർവീസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എത്ര സർവീസ് കഴിഞ്ഞിട്ടുണ്ട്? അങ്ങനെ ഇതിപ്പം പിന്നെ 1000 കഴിഞ്ഞു, ഇപ്പൊ 5000 കഴിഞ്ഞു. 1000 ജസ്റ്റ് ചെക്കപ്പ് ഒക്കെ ആയിരിക്കും. 5000 ഫുൾ ചെക്കപ്പ് ആയിരുന്നു. ഓയിൽ ചേഞ്ച് ഒക്കെ 10,000. അതെ 10,000. അപ്പൊ സർവീസിനൊക്കെ എത്രയാണ് എമൗണ്ട് ആയത്? സർവീസിന് എന്നെ സംബന്ധിച്ച് വലിയ എമൗണ്ട് ആയിട്ടില്ല. എന്ന് വെച്ചാല് പിന്നെ ഞാൻ നേരത്തെ ഇത് പേ ചെയ്തായിരുന്നു, കുറച്ച് ഒരു ഓഫർ ഉണ്ടായിരുന്നു, പാക്കേജ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം സർവീസ് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 800 റുപ്പീസ് അങ്ങനെയായിരുന്നു. പാക്കേജ് എടുത്തതിന് എത്ര എമൗണ്ട് ആയിരുന്നു? അത് 3400 ആ ഒരു റേഞ്ച്. അതെ. അപ്പം എനിക്ക് തോന്നുന്നു 2 വർഷത്തേക്ക് എങ്ങാണ്ട് അതിന് വാല്യൂ ഉണ്ട്. അത്രയും നാളത്തെ സർവീസിൽ അതിന്റെ ഓഫറുകളൊക്കെ വാലിഡ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇനി അടുത്തായിട്ട് നമുക്ക് അറിയേണ്ടത് ഈ 11 ലക്ഷത്തി സംതിങ് കൊടുത്തതില് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉൾപ്പെടെയാണോ? എക്സ്ട്രാ ഫിറ്റിംഗ് ഉൾപ്പെടെയല്ല, ഓൺ റോഡ് അവരുടെ ചാർജ് ആണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ് പിന്നെ ഞാൻ പിന്നെ സെറ്റ് വെച്ചായിരുന്നു, സോണിയുടെ സെറ്റ് വെച്ചായിരുന്നു. സോണിയുടെ വെച്ചിരിക്കുന്നത്. പിന്നെ മാറ്റിട്ടു. പിന്നെ സീറ്റ് കവർ ചെയ്തു. പിന്നെ ഇത് സ്പോയിലർ വെച്ചു. ഇനി ക്രോം എലമെന്റ്സ് ഒക്കെ അതെല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ്, അതെല്ലാം എക്സ്ട്രാ വരുന്നു. അപ്പൊ അതെല്ലാം കൂടെ എത്ര ആയി ഏകദേശം? എനിക്കെല്ലാം കൂടെ 65,000 ആയി. 65,000 ആയി. ഓക്കെ. അപ്പം സോണിയുടെ സെറ്റ് വിത്ത് ക്യാമറ അല്ലേ? അത് സെപ്പറേറ്റ് ആണ് വരുന്നത്, ക്യാമറ വേറെയാണ് വരുന്നത്. ഓക്കെ. അപ്പം അതിനെല്ലാം കൂടെ ആ ഒരു എമൗണ്ട് എക്സ്ട്രാ ആയിട്ടുണ്ട്. അതെ. ഓക്കെ. പിന്നീട് അടുത്തതായിട്ട് AC കൂളിംഗിന്റെ കാര്യം. ബാക്കിലും എല്ലാം വെന്റ് ഉണ്ട്. അപ്പം അകത്തിരിക്കുന്നവർക്ക് പെട്ടെന്ന് എങ്ങനെ AC കൂളിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? AC കൂളിംഗ് പുറകിലും AC ഉണ്ട്. ഈ പുറകിൽ AC ഉണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ പുറകിലുള്ളവർക്കും നല്ല ഇതായിട്ട് നല്ല വേഗം തന്നെ കൂളിംഗ് ആവുന്നുണ്ട്. അപ്പം നേരത്തെയും ഇരട്ടികയല്ലേ യൂസ് ചെയ്തിരുന്നത്? എത്ര കിലോമീറ്റർ ആയപ്പോഴാണ് അത് ഞാൻ സെയിൽ ചെയ്തത് 32,000 കിലോമീറ്റർ. 32,000 അതിൽ ഓടിയത് അത്രേ ഉപയോഗിച്ചുള്ളൂ. അത് പുറത്തായിരുന്നല്ലേ? ഞാൻ പുറത്തായിരുന്നു. അപ്പം വരുമ്പോഴുള്ള ഉപയോഗമേ ഉള്ളൂ. പിന്നെ പേരൻസ് എവിടെയും പോണെങ്കിൽ ഡ്രൈവറെ വിളിച്ചോണ്ട് ചെറിയ ഓട്ടോ. ഓക്കെ. അപ്പൊ ആ 30,000 ഓടിയതിൽ എത്ര എമൗണ്ട് സർവീസിനും മെയിൻ്റെനൻസിനും എല്ലാത്തിനും ആയിട്ടുണ്ട്? എന്നെ സംബന്ധിച്ച് മെയിൻ്റെനൻസ് ഒന്നും വലുതായിട്ടൊന്നും ആയിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം ടയർ ചേഞ്ച് ചെയ്തു. പിന്നെ അങ്ങനെയുള്ള കാര്യം, അല്ലാതെ വലിയ മേജർ കംപ്ലൈന്റോ അതുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. സർവീസിനൊക്കെ എത്ര എമൗണ്ട് ആയിക്കോട്ടെ? സർവീസിന് നോർമലി ഒരു 2,500 2,000 ആ ഒരു റേഞ്ച് വരുന്നുള്ളായിരുന്നു. അതെ. ഓക്കെ. അപ്പം അതൊക്കെയാണ് നമുക്ക് മാരുതി എർട്ടിഗയെ പറ്റി അറിയാനായിട്ടുള്ളത്. ഇതിന്റെ യാത്രാസുഖം എല്ലാം ഓണർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണെന്നാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് സാറ്റിസ്ഫൈഡ് ആണ്. മൈലേജ് 13-14 എന്നുള്ളത് ഒരു ഇച്ചിരി കുറവാണോ? അത് കയറി വരും അല്ലേ? അത് കയറി വരും. നമ്മളിപ്പോ ലോങ് ട്രിപ്പ് ഓടുവാണെങ്കിൽ നമുക്ക് പിന്നീട് 10,000 സർവീസും കഴിയുമ്പോൾ കയറുമായിരിക്കും. അവര് പറയുന്ന 5,000 കഴിയുമ്പോൾ കയറും നമ്മൾ. പക്ഷെ ലോങ് ഓടുന്നില്ലല്ലോ, നമുക്ക് ലോങ് അല്ല, സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നോണ്ടാണ് ചോദിച്ചത്. സ്മാർട്ട് ഹൈബ്രിഡ് വരുമ്പോ മറ്റേ എഞ്ചിൻ ഓട്ടോമാറ്റിക് ഓഫ് ആയി സിഗ്നൽ ചെല്ലുമ്പോഴൊക്കെ ഓഫ് ആവും. അപ്പം അതിന്റെയും പിന്നെ ചെറിയൊരു ടോർക്കിന്റെ ഒരു താങ്ങും ഒക്കെ ഈ
ഹൈബ്രിഡ് ടെക്നോളജി വഴി ഈ എഞ്ചിനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും മൈലേജ് കൂടുമെന്ന് പ്രതീക്ഷിക്കാം. പറയുന്നത് തീർച്ചയായിട്ടും കൂടും. നമ്മൾ വേറെ വാഹനങ്ങൾ ഈ മാരുതിയുടെ തന്നെ സ്മാർട്ട് ഹൈബ്രിഡ് ചെയ്തിരുന്നു. അപ്പം കുറച്ചുകൂടെ ഒക്കെ കിട്ടുന്നുണ്ട്. ചിലർക്ക് 20+ ഒക്കെ കിട്ടുന്ന വേറെ വാഹനങ്ങളാണ്. പക്ഷേ ലോങ് ട്രിപ്പ് ഒക്കെ ഓടുവാണെങ്കിൽ നമുക്ക് 100% കിട്ടും. അതാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി നമ്മൾ ചോദിച്ചില്ല. വീട്ടിലോട്ട് കയറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് അടി തട്ടുന്ന ഭാഗങ്ങളിൽ വല്ലതും ബുദ്ധിമുട്ട് അങ്ങനെ തോന്നി? എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതുവരെ ഈ അടി തട്ടുന്ന ആ ഒരു ഇത് വന്നിട്ടില്ല. അങ്ങനെ ഞാൻ പോവാണെങ്കിൽ എന്റെ വാഹനമായിട്ട് ഞാൻ കുറച്ചുകൂടെ സൂക്ഷിച്ചേ പോകത്തുള്ളൂ. ഉള്ള കട്ടറിനകത്ത് ചാടിച്ചാൽ നമ്മൾ പോകത്തില്ല. അപ്പൊ വലിയ ഹമ്പുകൾ ഇപ്പൊ കുറവാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ പോകത്തുള്ളൂ. ഇതുവരെ ഇടിച്ചിട്ടൊന്നും അങ്ങനെ അടിയൊന്നും തട്ടുന്നില്ല. ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നം. ഓക്കെ ഓക്കെ. അപ്പം ഇദ്ദേഹം വളരെ സന്തുഷ്ടനാണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു വാഹനം കൊണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് ഡീറ്റെയിൽ എർട്ടിഗയെ പറ്റി നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു മൈക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ വീഡിയോ മുതൽ നമ്മൾ മൈക്കിലായിരിക്കും ചെയ്യുന്നത്. അപ്പം ഇത് കറക്റ്റ് റെക്കോർഡ് ആകുമോ എന്നുള്ളൊരു ടെൻഷൻ നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്തിരുന്നു. എങ്കിലും ആ ഒരു ഡൗട്ട് കൊണ്ടാണ് നമ്മൾ ഒരു ബാക്കപ്പിനാണ് നമ്മൾ ഫോണിലൂടെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഓഡിയോ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളത്. അപ്പം ഇനിയിപ്പം 2 മൈക്ക് ആയതുകൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം, ഇതിൻ്റെ ഔട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പുതിയ വാഹനങ്ങൾ കുറേ വാഹനങ്ങൾ നമ്മൾ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.